അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ആഡ്സെൻസിൽ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനല്ല അത് വന്നു. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്കും ഈ സാധനം വന്നു എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ, പറയാനാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഇട്ട് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂറും കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ അയച്ചു തരുന്ന വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച എന്തോ ആയി. അങ്ങനെ കോഡ് നമ്മൾ ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കണം. പൊട്ടിച്ച് എൻ്റെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. അതിനാണ് പോകുന്നത്. അത് വെരിഫൈ ചെയ്യുന്നത് ഓക്കെ. അപ്പോൾ എന്തായാലും ലൈവായിട്ട് വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കോഡല്ല, ഇതിനകത്താണ് കോഡ്. ഇവിടെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊടുത്ത അഡ്രസ്സിലോട്ട് സാധനം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ കോഡ് അടിച്ച് ഞാൻ ഇന്ന് അക്കൗണ്ട് വെരിഫൈ ചെയ്യും. അപ്പോൾ അതിനാണിത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഏകദേശം 3-4 ദിവസമായി. ഇന്നാണ് കയ്യിൽ കിട്ടിയത്. ഇന്നാണ് ഞാൻ പോയി വാങ്ങിച്ച് കയ്യിൽ കിട്ടിയത്. ഇതാ ഞാനങ്ങനെ പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലേ കാണിച്ചു തരും. ആരെങ്കിലും കാണണമെങ്കിൽ ഇപ്പോൾ വന്നാൽ കാണിച്ചു തരാം. അയ്യോ, ഫോട്ടോ ഒക്കെ എടുത്തല്ല. നൈസായിട്ട് പറയിച്ച് പൊട്ടിക്കാം. എങ്ങനെ എനിക്ക് റിമൂവ് സൈഡ് അടിച്ച് ഫസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഓ, വിളവ് വന്നല്ലോ. എൻ്റെ കയ്യും കാലും അങ്ങനെ വിറയ്ക്കുകയാണ്. ഓ, ഈ സൈഡ് ഉണ്ടല്ലേ. ഓയ്, വളരെ സാവധാനം നൈസായിട്ട് 3 സൈഡ് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ബ്ലേഡ് വേണമെന്ന്. നൈസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വാവ്, ഇതായിരിക്കും നമ്മുടെ കോഡ്. ഇതാണ് കോഡ്. പക്ഷേ ഞാൻ ഈ കോഡിനെ ഇത് ബ്ലർ ചെയ്ത് മാസ്ക് ചെയ്ത് കളയും. അങ്ങനെ ഇപ്പോൾ അവർ കഷ്ടപ്പെട്ട് എനിക്ക് അയച്ച വന്ന കോഡ് ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കില്ല. ഇത് അയച്ചു തന്നിട്ട് അവരിവിടെ എന്തെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞ് വെൽക്കം യുവർ ആഡ്സെൻസ് അക്കൗണ്ട് എന്താ ബ്ലാ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ സംഭവം അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണക്കിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് വെരിഫിക്കേഷനിൽ ചെന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് അത് എവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കോഡും കാണിക്കാം. ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ സൈഡ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ വരയും അതിൽ പിന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് കോഡ് വരുന്നത്. 2, 4, 6, 8 കോഡ് അവിടെ അടിച്ചു കൊടുത്തിട്ട് എന്തായാലും വെരിഫിക്കേഷൻ ചെയ്യാം. ഈ സാധനം കിട്ടി 4 മാസത്തിനകത്ത് ഇത് ചെയ്യണമെന്നായിരിക്കും അവരെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ വായിച്ച് നോക്കിയില്ല. എന്തായാലും ഇപ്പോൾ ലൈവായിട്ട് ഇവിടെ വെച്ചാൽ നമുക്കൊന്ന് രജിസ്റ്റർ കളയാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവ്യമാവും. നമ്മൾ ക്രോം തുറക്കുന്നു. നെറ്റിനെന്തോ ശോകം. ഇതാണ് പിന്നെ നെറ്റിലെന്തോ വിഷയം പോലെ നെറ്റിന് ഷോർട്ടേജ് വന്നപ്പോൾ ഇല്ലേ ഇവിടെയൊക്കെ ലോഗിൻ ചെയ്യണം.
കഥ ഇതാണ് എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട്. എല്ലാവർക്കും ഞാൻ ഇതാ കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ ഡോളറുകളൊന്നും വന്നില്ല. അവിടുത്തെ ഈ സംഭവം എല്ലാം കൊടുത്ത് $100 ആയാലും ഇതിലോട്ട് വരുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ടാക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാക്സിൻ്റെ ടാക്സിൻ്റെ എന്തോ ചെയ്യുമല്ലോ, ടാക്സ് വെരിഫിക്കേഷൻ എന്തോ ചെയ്യും. ആ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെരിഫിക്കേഷൻ പിന്നെ വെരിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പം കണ്ടിരുന്നത് ഇതുപോലെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ശരിയായിട്ടുണ്ട്. ഇന്നിവിടെ 6 ഡിജിറ്റ് പിന്ന് ഇവിടെയാണ് ആ സംഭവം അടിച്ചു കൊടുക്കാനുള്ളത്. സെൻറ്റ് മാർച്ച് എന്തോ മാർച്ച് ആയില്ലേ, മാർച്ച് 15-ാം തീയതിയാണ് സാധനം സെൻഡ് ചെയ്തത് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ 6 പിന്നെ ഞാൻ അടിച്ച് കൊടുക്കാൻ പോകുന്നത്. എവിടെ എന്താ ഡോട്ട് വന്നു. ഇത് 3 അറ്റംപ്റ്റ് ഉള്ളു. അതിനുള്ളിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ തെറ്റിക്കരുത്. 3 പ്രാവശ്യത്തിൽ കൂടുതൽ തെറ്റിക്കരുത്. തെറ്റിച്ചടിച്ച് അക്കൗണ്ട് വരെ അടിച്ചു പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് ക്ലിയർ ആണല്ലേ? കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആ സാധനം ഇതായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കണം. കുറേ നേരം കഴിയുമ്പോൾ അത് ശരിയാവും. പൊളിച്ചിട്ടുണ്ടല്ലോ. ഇന്നിങ്ങ് വന്നോ ശരിയല്ലേ? അപ്പോൾ അങ്ങനെ കോഡ് വന്നിട്ട് നമ്മുടെ കോഡ് അടിച്ചു കൊടുത്ത് നമ്മുടെ അക്കൗണ്ടല്ല അഡ്രസ്സ് അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഏത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ $100 ആകുമ്പോൾ ഇതിലോട്ട് വരും. ആഡ്സെൻസ് അക്കൗണ്ടിലോട്ട് വരും. ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് $100 ആകുമ്പോൾ അങ്ങനെയാണ്. ഇതിക്കാൻ നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. ഞാൻ നേരത്തെ പഠിച്ചു വെച്ചതാണ്. ഇപ്പോൾ നിന്ന് മറന്നുപോയി. എന്തായാലും $100 ആകുമ്പോൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ വരും. അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് അത് കാശെടുക്കാം. ഏതെങ്കിലും കാര്യത്ത് $100 ആണെങ്കിൽ ഏതെങ്കിലും കാര്യത്ത് എൻ്റെ യൂട്യൂബിൽ $100 വരെ ആണെങ്കിൽ അന്ന് കാശെടുക്കാം യൂട്യൂബിൽ നിന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഇപ്പോൾ 4000 സബ്സ്ക്രൈബറുണ്ട്. എങ്കിലും ഡോളറൊന്നും ഇതുവരെ ആയില്ല. ആയില്ല എന്നല്ല, ഡോളർ ആയിട്ടുള്ളൂ. ഇത്രയും വ്യൂ വരുന്നുണ്ടെങ്കിലും ആരും കണ്ടിരിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം എന്തായാലും ഡോളറൊന്നും വരുന്നില്ല. ഇനി എന്നെങ്കിലും എനിക്ക് പെട്ടെന്ന് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. നേരത്തേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് കാശ് വരുത്തണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ഒരു തിടുക്കവുമില്ല. എത്ര വർഷം എടുത്തിട്ടായാലും ആദ്യത്തെ $100 അത് വരുത്തണം. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് വരുത്തണം. ഇനിയിപ്പോൾ എത്ര വർഷം എടുത്താലും വേണ്ടില്ല. വർഷമെടുത്താലും മാസമെടുത്താലും ഒരു കഴിഞ്ഞായിരുന്നു. അങ്ങനെ വരുത്തും ഞാൻ. അപ്പോൾ ആ കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അതായത് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കൊടുത്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബിൽ $100 ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ അഡ്രസ്സ് മാത്രമേ വെരിഫൈ ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാം.
എന്തായാലും അഡ്രസ്സ് ആഡ്സൻസിൽ അക്കൗണ്ട് വെരിഫിക്കേഷൻ ലെറ്റർ വന്ന് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന് മാത്രം എന്നതാണ് വിഷയം. എന്ന് മാത്രമുള്ള ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല വീഡിയോകൾ ഇനി ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ആയത്, ഇപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയതും 4000 മണിക്കൂറായി മോണിറ്റൈസേഷൻ എനേബിൾ ആയതും എല്ലാം നിങ്ങൾ കാരണമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും എനിക്കിതുപോലെ വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്യും, നല്ല വീഡിയോകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ്.